ഹായ് ഹലോ വെൽക്കം. അപ്പോൾ ഇപ്പം നമ്മുടെ ഹയർ സെക്കൻഡറി എക്സാമുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ഒക്കെ എക്സാം ഇന്ന് 29 കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലസ് ടു സ്റ്റുഡൻ്റാണ്. 2025 പ്ലസ് ടു സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ ഞാൻ പാസ് ഔട്ടാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ സ്ട്രീം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സ്, അതായത് കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. കമ്പ്യൂട്ടർ കൊമേഴ്സ് എന്നൊക്കെ പറയും. അതാണ് എൻ്റെ സ്ട്രീം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പ്ലസ് വണ്ണിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്ലസ് വൺ കമ്പ്യൂട്ടർ കൊമേഴ്സ് സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, ഓരോ സബ്ജക്റ്റിനെ കുറിച്ചിട്ടും ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഓരോ വിഷയം നിങ്ങൾ അടുത്ത വർഷം എങ്ങനെ ശ്രദ്ധിക്കണം, അതുപോലെ എന്തൊക്കെയാണ്, അതേപോലെ മൊത്തത്തിൽ പ്ലസ് ടു ഒരു സിലബസ് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ, അതൊക്കെയാണ്. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ ടു യുവർ പ്ലസ് ടു സിലബസ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു വീഡിയോ ആണെന്ന്. ഇപ്പോൾ പ്ലസ് വൺ എക്സാമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആവും. കാരണം പ്ലസ് ടു നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, പ്ലസ് വണ്ണിനേക്കാളും എൻ്റേർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പല കണ്ടൻറ്റുകളാണ് പല സബ്ജക്റ്റുകളും വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇംഗ്ലീഷിനെ പറ്റി പറയാം. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ പ്ലസ് വണ്ണിനേക്കാളും ഒന്നും കൂടി ഈസിയാണ് പ്ലസ് ടുവിലുള്ളത്. അത് ക്യാരക്ടേഴ്സ് അതേപോലെ ലെസൺസ് ഒക്കെ ഒന്നും കൂടി കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും കുറച്ച് ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. പക്ഷേ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം പ്ലസ് ടുവിൻ്റെ വാല്യുവേഷൻ പ്ലസ് വണ്ണിനേക്കാളും കുറച്ചും കൂടി ടഫായിട്ടാണ് നടക്കുന്നത് എക്സാമിൻ്റെ ഒക്കെ. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് ഭയങ്കര ഈസിയാണ് പ്ലസ് വണ്ണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ലാംഗ്വേജസ്, അത് പിന്നെ പ്ലസ് വണ്ണും പ്ലസ് ടു ഏകദേശം ഒരേപോലെ തന്നെയാണ്. എങ്കിലും വാല്യുവേഷൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ടഫാകും. ഏത് ലാംഗ്വേജ് ആണെങ്കിലും മലയാളം, ഇംഗ്ലീഷ്, അറബിക്, ഉറുദു, ഹിന്ദി, എല്ലാ ലാംഗ്വേജസും പ്ലസ് ടുവിൻ്റെ വാല്യുവേഷൻ ടഫാണ്. സിലബസൊക്കെ രണ്ടും ഏകദേശം സെയിമാണ്. ഇനി പറയാൻ പോകുന്നതാണ് നമ്മുടെ കൊമേഴ്സിൻ്റെ മെയിൻ കോർ സബ്ജക്ട്സ്. നമുക്ക് ആദ്യം തന്നെ അക്കൗണ്ടൻസിയെ പറ്റി പറയാം. അക്കൗണ്ടൻസി നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് മുതൽ തന്നെ ശ്രദ്ധിച്ച് തുടങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു മുട്ടം പണി കിട്ടുന്നുള്ളത് 100% ഉറപ്പാണ്. അത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്ലസ് വണ്ണിൽ അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ള സിലബസാണ്. പക്ഷേ പ്ലസ് ടുവിൽ വരുമ്പോൾ അങ്ങനെയല്ല, ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ, അങ്ങനെ ഒരുപാട് ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ. നിങ്ങൾക്ക് ഗുഡ് വില്ലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമായിരിക്കും. അതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന് ഒരുപാട് രീതികളുണ്ട്. ഒരു 3-4 മെത്തേഡുകളുണ്ട്. അതിലൊരുപാട് ഇക്വേഷൻസ്, അതേപോലെ ഒരുപാട് റേഷ്യോ കാൽക്കുലേഷൻ, അങ്ങനെ ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ട്. അക്കൗണ്ട്സും ഉണ്ട്, ബാലൻസ് ഷീറ്റ് അതുപോലുള്ളതും ഉണ്ട്. അതുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരുപാട് കാൽക്കുലേഷൻസും റിസ്കി ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെയാണ്. ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്ന ഒരു സിലബസാണ് പ്ലസ് ടു അക്കൗണ്ടൻസി. പിന്നെ പ്ലസ് ടു അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ 2 പാർട്ടാണ്. പ്ലസ് വണ്ണിലെ പോലെ അക്കൗണ്ടൻസി മാത്രമല്ല, പ്ലസ് ടു അക്കൗണ്ടൻസിയിൽ അക്കൗണ്ടൻസി വിത്ത് പാർട്ട്ണർഷിപ്പ്, അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അക്കൗണ്ടൻസിൻ്റെ ഒരു ഭാഗം. മറ്റൊരു ഭാഗം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതായത് കമ്പ്യൂട്ടറിനെ പറ്റിയിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ഈ അക്കൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പിൽ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫങ്ഷൻസ് അതുപോലൊക്കെ ഉള്ളതാണ്. ഇങ്ങനെ 2 പാർട്ടാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. പ്ലസ് വണ്ണിൽ ഒരൊറ്റ പാർട്ടാണ് അക്കൗണ്ടിങ്, പക്ഷേ പ്ലസ് ടുവിലാകുമ്പം 2 സൈഡുണ്ട് അക്കൗണ്ടൻസിക്ക്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എനിക്ക് തോന്നുന്നു പ്ലസ് വണ്ണിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ്. പക്ഷെ നിങ്ങളൊന്നും കൂടി ശ്രദ്ധിക്കണം, കാരണം നമുക്ക് പ്രാക്ടിക്കലൊക്കെ നമുക്ക് വരുന്നതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യും. പ്ലസ് വണ്ണിനെ വെച്ച് നോക്കുമ്പോൾ ഈസിയാണ്. ഏകദേശം സിലബസ് ഒക്കെ അതുപോലെ തന്നെയാണ്. ഫങ്ഷൻസ്, മെറിറ്റ്, ഡിമെറിറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പക്ഷേ തുടക്കം മുതൽ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലും ഒരു ക്ലാസ് പകുതി ആകുമ്പോഴെങ്കിലും കുറച്ചൊക്കെ നല്ല രീതിയിൽ പഠിച്ച് തുടങ്ങേണ്ട ഒരു സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. എങ്കിലും തുടക്കം മുതൽ ചെറിയ രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആവും. അത്ര വലിയ റിസ്ക് അല്ല, പക്ഷേ ഒരു ചെറിയൊരു എഫേർട്ട് ഇടുന്നത് നന്നായിരിക്കും. പിന്നെ അടുത്ത് പറയാൻ പോകുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ അക്കൗണ്ടൻസിനെ പറഞ്ഞ അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം ഡിഫിക്കൽട്ടാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സ് വരുമ്പോൾ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ഒന്ന് എക്കണോമിക്സും മറ്റേത് സ്റ്റാറ്റിസ്റ്റിക്സും ആണെങ്കിൽ, പ്ലസ് ടുവിൽ ഒന്ന് മൈക്രോ എക്കണോമിക്സും മറ്റേത് മാക്രോ എക്കണോമിക്സും ആണ്. എക്കണോമിക്സിനെ പറ്റി ശരിയായി പറയുകയാണെങ്കിൽ നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചത് ഒരു എക്കണോമിക്സേ അല്ല,
അത് സോഷ്യൽ സയൻസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം, കുറച്ച് മെറിറ്റ്, ഡിമെറിറ്റ്, അഡ്വാൻറ്റേജസ്, അങ്ങനെ നിങ്ങൾക്ക് അതിൽ ഏറ്റവും ഉള്ളത് ഒരു മീഡിയൻ മോഡിൻ്റെ കാൽക്കുലേഷൻ മാത്രമാണ്. ഒന്നുമല്ല. പ്ലസ് ടുവിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ മാക്രോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു വലിയ സെക്ഷനാണ്. അതിൽ നാഷണൽ ഇൻകത്തിൻ്റെ കാൽക്കുലേഷൻ, GDP, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. A+ അല്ലെങ്കിൽ ഫുൾ മാർക്കൊക്കെ നഷ്ടപ്പെടാൻ ഒരുപാട് ചാൻസ് ഉള്ളൊരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. ഭയങ്കര റിസ്ക്കാണ്. പ്ലസ് ടുവിൽ ഒരുപാട് ഗ്രാഫുകളും കർവുകളും ഒക്കെ കുത്തി നിറച്ചിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഫസ്റ്റ് മുതലേ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അവസാനം വലിയൊരു പണിയായി മാറും. പക്ഷേ എങ്കിലും പൊതുവെ എക്കണോമിക്സിൻ്റെ എക്സാം ഈസി ആയിട്ടാണ് വരാറ്. സിലബസ് കുറച്ച് ടഫാണെങ്കിലും എക്സാം കുറച്ചൊക്കെ ഈസി ആയിരിക്കും. അതുകൊണ്ട് ഇപ്രാവശ്യം മുതൽ പാറ്റേൺ മാറുന്നതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ വലിയ ഗ്യാരണ്ടി ഒന്നും തരാൻ പറ്റില്ല. നിങ്ങൾ നന്നായിട്ട് റിസ്ക് എടുത്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്നുള്ളതാണ് ഫൈനൽ ഔട്ട്പുട്ട്. അതിൻ്റെ അടുത്തത് നമുക്ക് പറയാനുള്ളത് ബിസിനസ് സ്റ്റഡീസാണ്. ബിസിനസ് സ്റ്റഡീസ് പ്ലസ് വണ്ണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈസിയാണ് പ്ലസ് ടുവിൽ. പക്ഷേ എങ്കിലും അതിലും കുറച്ച് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഫിനാൻസിങ്, മാർക്കറ്റിംഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ലാസ്റ്റത്തെ രണ്ട് പാഠങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പാഠങ്ങളൊക്കെ ഭയങ്കര വലിയ പാഠങ്ങളാണെങ്കിലും പ്ലസ് വണ്ണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം ഇപ്പം ഞങ്ങൾക്കുള്ള എക്സാം ബിസിനസ് സ്റ്റഡീസ് ഭയങ്കര ടഫായിരുന്നു. സിലബസ് ഈസി ആണെങ്കിലും ഈസി മീൻസ് അത്ര ഈസി ഒന്നുമല്ല. പ്ലസ് വണ്ണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈസി ആണെന്ന് മാത്രം. ഒരു A+ വാങ്ങാനൊക്കെ ഒരു ചെറിയൊരു എഫേർട്ട് ഇട്ടാലൊക്കെ മതിയാവും. പക്ഷേ എക്സാം ഇപ്രാവശ്യം ഭയങ്കര റിസ്ക് ആയിട്ടാണ് വന്നത്. ആ ഒരു പ്രശ്നമാണുള്ളത്. അതായത് ഇനി മുതൽ പാറ്റേൺ മാറുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്കും ഒരുപക്ഷെ നല്ല ടഫാവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ നിങ്ങൾ ആദ്യം മുതൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു തിയറി സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ തിയറി ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പ്രോബ്ലം സൈഡാണ് കൂടുതൽ ഇഷ്ടം. അതായത് അക്കൗണ്ടിങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. ദാറ്റ്ഫോർ ഞാൻ അത്ര റിസ്ക് കൊടുത്ത് പഠിക്കുന്നൊരു സബ്ജക്റ്റ് അല്ല. പക്ഷേ ഇപ്രാവശ്യത്തെ എക്സാം അക്കൗണ്ടൻസി അറിയുന്നവർക്ക് മേ ബി അറിയായിരിക്കും. നിങ്ങൾ പ്ലസ് വണ്ണിലുള്ളതുകൊണ്ട് അറിയുന്നുണ്ടാവില്ല. അക്കൗണ്ടൻസി ഒക്കെ ഭയങ്കര ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു. ഒരു എക്സ്പെക്റ്റ് ചെയ്ത രീതിയേ ആയിരുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചിട്ടുമില്ല അക്കൗണ്ടൻസി. അത്ര ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് ഈസി ആയിട്ട് അങ്ങനെ പോയി. പക്ഷേ ബിസിനസ് എനിക്ക് തീരെ പിടിക്കില്ല. കാരണം ബിസിനസ് തിയറി ആയതുകൊണ്ട് എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ്. തിയറി ഇഷ്ടപ്പെടുന്നവർക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയൊരു സബ്ജക്റ്റാണ് ബിസിനസ്. അത്ര പറയാനുള്ളൂ. പ്ലസ് വണ്ണിലെ പോലെ തന്നെ അത്ര വലിയ റിസ്ക് ഒന്നും അല്ല പ്ലസ് ടു ബിസിനസ്. പക്ഷേ എങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. കാരണം ഈ ടോട്ടൽ പെർസെൻറ്റേജ് അഡ്മിഷൻ്റെ, അതായത് ഡിഗ്രി അഡ്മിഷൻ്റെ സമയത്തൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പെർസെൻറ്റേജ് ഉയർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റായിട്ട് ബിസിനസ്സിനെ കാണുന്നതിലും തെറ്റൊന്നുമില്ല. ഈസിയാണെന്ന് പറയാം. പിന്നെ ബിസിനസ് സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ബിസിനസ്സിലെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ്, അത് കഴിഞ്ഞിട്ടുള്ള ഒരു 4-5 ചാപ്റ്റേഴ്സ് പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. എല്ലാ ചാപ്റ്റേഴ്സും പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ, ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അതായത് എല്ലാ ചാപ്റ്റേഴ്സും പരസ്പരം തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഓരോന്നിൻ്റെ തുടർച്ചയായിട്ടാണ് അടുത്ത ചാപ്റ്റർ വരുന്നത്. പിന്നെ അവസാനത്തെ 3 ചാപ്റ്റർ 3 വ്യത്യാസമായിട്ടുള്ളൊരു ചാപ്റ്ററുകളാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പറ്റുന്ന രീതിയിൽ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലസ് ടു കമ്പ്യൂട്ടർ കൊമേഴ്സിൻ്റെ മൊത്തത്തിലുള്ളൊരവസ്ഥ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ടഫ് തന്നെയാണെന്ന് പറയാം. പ്ലസ് വണ്ണിനെ വെച്ച് നോക്കുമ്പോൾ പ്ലസ് ടു ഓഫ് കോഴ്സ് ടഫ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ ഒരുപാട് വർക്കുകൾ വരും പ്ലസ് ടുവിലാകുമ്പോൾ. അതായത് നിങ്ങൾക്ക് റെക്കോർഡ് എഴുതാനുണ്ടാവും, അക്കൗണ്ടൻസിക്ക് റെക്കോർഡുണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റെക്കോർഡുണ്ട്, പിന്നെ ലാബ് ഒരുപാട് ചെയ്യാനുണ്ടാവും, ലാബ് എക്സാമിൻ്റെ മോഡൽ, അങ്ങനെ ഒരുപാട്. നിങ്ങളൊരു ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഭയങ്കര ബിസി ആയിട്ടുള്ള മാസങ്ങളായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ കുറച്ച് മുൻകൂട്ടി കണ്ട് നിങ്ങൾ ഫൈനൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ അത് ലാസ്റ്റ് ഭയങ്കര ഒരു ലയബിലിറ്റി ആയി മാറും. അപ്പോൾ ഇപ്പോൾ മുതലേ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇപ്പോഴല്ല, ഒരു ജൂണിൽ നിങ്ങളുടെ ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോൾ അതിനോടൊപ്പം തന്നെ ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ശരി, അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഉപകാരപ്പെട്ടവരെല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.